Hello, my dear students. Welcome back to Quick Touch. കെമിക്കൽ ഇക്വേഷൻ ആൻഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ പാർട്ട് 3 വീഡിയോ ആണ് ഇത്. സോ പാർട്ട് 1ഉം പാർട്ട് 2ഉം കാണാത്തവർ ആ വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഈ ഒരു വീഡിയോ കാണാം കേട്ടോ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിക്കൽ ഇക്വേഷൻസ് ആണ്. അതായത് ഒരു കെമിക്കൽ ഇക്വേഷൻ നമ്മൾ എങ്ങനെ എഴുതും, അതായത് നമുക്ക് എന്താണ് ഒരു സെൻറ്റൻസ് ആയി തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എങ്ങനെ ഒരു ഇക്വേഷനായിട്ട് കൺവേർട്ട് ചെയ്യും. നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു, ഒരു മെഗ്നീഷ്യം റിബൺ നമ്മൾ ബേൺ ചെയ്തു ഇൻ ദ പ്രസൻസ് ഓഫ് എയർ. നമുക്കൊരു വൈറ്റ് ഡാസ്ലിംഗ് ഫ്ലെയിമിലൂടെ ഒരു വൈറ്റ് പൗഡർ നമുക്ക് കിട്ടി, അത് മെഗ്നീഷ്യം ഓക്സൈഡ് ആണെന്ന് പറഞ്ഞു അല്ലേ. ഇത് നമ്മൾ എങ്ങനെ ഒരു ഇക്വേഷനിൽ എഴുതും, അതിൻ്റെ ഒരു സിംപ്ലസ്റ്റ് ഫോം നമുക്കൊരു നോക്കി നോക്കാം. അപ്പോൾ റിയാക്റ്റൻസ് ഒക്കെ നമ്മൾ എവിടെ എഴുതണം? ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് എഴുതേണ്ടത്. അതായത് LHSൽ നമ്മൾ പ്ലസ് ഇട്ടുകൊണ്ട് ഏതൊക്കെ റിയാക്റ്റൻസ് കൂടിയിട്ടാണോ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? LHS. ഇപ്പോൾ നോക്കിയൊക്കെ മെഗ്നീഷ്യം അതേപോലെ തന്നെ ഓക്സിജൻ ഇത് കൂടിയിട്ടാണ് നമുക്കൊരു പ്രോഡക്റ്റ് ഉണ്ടായിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് എഴുതും? LHSൽ എഴുതി. ഇനി അത് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നത് നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ, അതായത് RHSലാണ് എഴുതേണ്ടത്. അവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കൂടെ പ്രോഡക്റ്റ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലസ് ആയിട്ട് എഴുതാം. നമ്മൾ എങ്ങനെയായിരിക്കും ഒരു ഇക്വേഷൻ എഴുതാന്ന്? മെഗ്നീഷ്യം Mg, അതേപോലെ തന്നെ ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ അല്ലെങ്കിൽ എയർ നമുക്ക് എന്ത് കിട്ടി? O2 കിട്ടി. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? Mg പ്ലസ് O2 ഗീവ്സ് നമുക്ക് എന്ത് എഴുതാം? മെഗ്നീഷ്യം ഓക്സൈഡ് എന്ന് എഴുതാം അല്ലേ. ഇതാണ് ഒരു കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു കെമിക്കൽ ഇക്വേഷൻ നമ്മൾ എഴുതുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ ഇതിൻ്റെ എക്സാമ്പിളാണ്. ഇനി അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് ഒരു കെമിക്കൽ ഇക്വേഷൻ നമ്മൾ എങ്ങനെ ബാലൻസ് ചെയ്യുന്നതാണ്. ഹൗ ടു ബാലൻസ് എ കെമിക്കൽ ഇക്വേഷൻ. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതെല്ലാവരും പോയി കാണാം കേട്ടോ. നമ്മൾ ഒരു ഇക്വേഷൻ ബാലൻസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ്, റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഒരേ നമ്പർ ആണെന്ന് നോക്കണം. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഫിസിക്കൽ സ്റ്റേറ്റ് നമ്മൾ എഴുതിയിട്ടുണ്ടോയെന്നും കൂടെ നോക്കണം. അതാണ് നമ്മളൊരു എന്താണ് ഒരു ഇക്വേഷൻ ബാലൻസ് ചെയ്യുമ്പോൾ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. എന്താണ്, റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും നമ്പേഴ്സ് ഈക്വൽ ആണെന്ന് നോക്കണം. അതേപോലെ തന്നെ എന്താണ് അതിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ്, അതേപോലെ തന്നെ ഗ്യാഷ്യസ്. ഏതൊക്കെയാണ് ഫിസിക്കൽ സ്റ്റേറ്റ് വരുന്നത്? ഗ്യാഷ്യസ്, ലിക്വിഡ്, എക്വസ്, സോളിഡ് സ്റ്റേറ്റ് ഇതൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കണം. അതേപോലെ തന്നെ എന്താണ് ആ ഒരു എയറോടെ മേലെ എഴുതുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ സിമ്പിൾസും എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യണം നമ്മൾ. ഓക്കെ, അപ്പോൾ അതിനൊരു എക്സാമ്പിൾ നോക്കിയാലോ. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം അല്ലേ. അതായത് കാർബൺ മോണോക്സൈഡ്, ഗ്യാസിലുള്ള ഒരു കാർബൺ മോണോക്സൈഡും അതേപോലെ തന്നെ ഹൈഡ്രജൻ ഗ്യാസും കൂടെ എന്താണ് 340 atm, അതായത് 340 പ്രഷർ എന്ന് പറയുന്നത് അവിടെ 340 ആയിരിക്കും. നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ലിക്വിഡിലുള്ള ഒരു CH3OH എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് എഴുതി നോക്കിയാലോ. അതായത് കാർബൺ മോണോക്സൈഡ് എന്താണ് ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ് അത് ഉള്ളത്. ഇനി എന്താണ് 2 ഹൈഡ്രജൻ മോളിക്യൂൾസ് ഉണ്ട്, എന്താണത് ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണ് അതുള്ളത്. ഇനി എന്താണ് 340 atm, അതായത് ഉള്ളത്. ഇനി എന്താണ് പ്രോഡക്റ്റ് വരുന്നത്? CH3OH ലിക്വിഡിൽ ഉള്ളത്. ഇങ്ങനെയാണ് ഒരു ഇക്വേഷൻ ബാലൻസ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റും അതേപോലെ തന്നെ അതിൻ്റെ സിമ്പിൾസൊക്കെ നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഇത് മനസ്സിലായില്ലേ? അപ്പോൾ അടുത്ത പോർഷൻ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇടുന്നതായിരിക്കും. സോ ആ ഒരു വീഡിയോ കാണാം കേട്ടോ. ബൈ.